തിരിച്ചറിവാണ് ധന്യമായ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ ആരാ, ഞാൻ എന്താ, ഞാൻ എന്തിനാ? ഈ ഒരു തിരിച്ചറിവാണ് അനുഗ്രഹകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. വളരെ ആഴവും ഗഹനവുമായ ചിന്തകളുള്ള ഒരു വലിയ പുസ്തകത്തിൽ ഒരു കുഞ്ഞു കഥ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കട്ടകാരം മുള്ളുകൊണ്ട് കുത്തി നോവിക്കുന്നത് പോലെ അതെന്നെ നൊമ്പരിപ്പിച്ചു. കഥ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. ആയിരിക്കുമോ? ആയിരിക്കും. ഞാൻ ഇടയ്ക്ക് ആ കഥയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവ് വിവാഹിതനായിരുന്നു, കുട്ടികൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഇളയ കുട്ടി ഒരു കൈക്കുഞ്ഞായിരുന്നു, പെൺകുട്ടിയുമായിരുന്നു. കൈക്കുഞ്ഞെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ, തീരെ പൊടിക്കുഞ്ഞായിരുന്നു. അത് പെൺകുട്ടിയുമായിരുന്നു. ഒരു ദിവസം അയൽ രാജ്യക്കാർ സംഘടിച്ച് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ആക്രമണം നടത്തി. നമ്മളതിപ്പം പാലസ്തീനിലും ഉക്രൈനിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്ന് ഇതുപോലെയുള്ള ആധുനിക സൗകര്യങ്ങളില്ലായിരുന്നു. അവർ വന്ന് ആക്രമിച്ചു. രാജാവിനെ കൊന്നു, രാജ്ഞിയെ കൊന്നു. കൊട്ടാരത്തിലെ ജോലിക്കാര് കിട്ടിയവർ കിട്ടിയ കുട്ടികളുമായി ഓടി രക്ഷപ്പെട്ടു. ആ കൊട്ടാരത്തിൽ സാധുവായ, വലിയ കഴിവും പ്രാപ്തിയൊന്നുമില്ലാത്ത സാധുവായ ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. മിടുക്കന്മാരായ ജോലിക്കാർ മുതിർന്ന കുട്ടികളെയും കൊണ്ട് രക്ഷപ്പെട്ടു. ഈ സാധുവായ ജോലിക്കാരന് ഇളയ കുട്ടിയെയാണ് കിട്ടിയത്. ഞാൻ അതിൻ്റെ 2 പ്രത്യേകതകൾ പറഞ്ഞു. ഒന്നാ കുട്ടി പെൺകുഞ്ഞായിരുന്നു, 2 കുഞ്ഞ് കൈക്കുഞ്ഞുമായിരുന്നു. എന്തുമാകട്ടെ, ഇതിനെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണമല്ലോ എന്ന് കണ്ട് ഈ ജോലിക്കാരൻ ഈ കുഞ്ഞുമായി ഓടിപ്പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു കൃഷിക്കാരനെ കണ്ടു. കൃഷിക്കാരൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഓടുന്ന ആളിനോട് ചോദിച്ചു, കുട്ടിക്ക് അസുഖം വല്ലതുമാണോ? ഡോക്ടറെ കാണാൻ പോകുകയാണോ? അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഓടുന്ന ആൾ പറഞ്ഞു, അറിഞ്ഞില്ലേ, കൊട്ടാരം ആക്രമിക്കപ്പെട്ടു, രാജാവും രാജ്ഞിയും കൊല്ലപ്പെട്ടു. ഞങ്ങൾ കൊട്ടാര ജോലിക്കാർ കിട്ടിയ കുട്ടികളെയും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. എനിക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ നിവൃത്തി ഉണ്ടായിട്ടൊന്നുമല്ല, എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണമല്ലോ എന്ന് കണ്ട് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. അപ്പം കൃഷിക്കാരൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ പ്രയാസമാണെങ്കിൽ കുഞ്ഞിനെ എനിക്ക് തന്നേക്കൂ, ഞാൻ വളർത്തിക്കൊള്ളാം. ഇപ്പം തന്നെ എനിക്ക് 5 കുഞ്ഞുങ്ങളുണ്ട്, അതിൻ്റെ കൂടെ 1 കൂടി ആയിക്കൊള്ളും. കേട്ട പാതി കേൾക്കാത്ത പാതി ജോലിക്കാരൻ കുഞ്ഞിനെ കൃഷിക്കാരന് കൊടുത്തു. ജോലിക്കാരന് ഒരു ഭാരം ഒഴിഞ്ഞല്ലോ. മക്കളെ, ഞാൻ ആദ്യമേ ജോലിക്കാരന് ഒരു ഭാരം ഒഴിഞ്ഞല്ലോ എന്ന ചിന്ത. കൃഷിക്കാരന് ഒരു കുഞ്ഞിനെ കൂടി
കിട്ടിയല്ലോ എന്ന സന്തോഷം. വലിയ സന്തോഷത്തിൽ കൃഷിക്കാരൻ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ പോയി. മറ്റു കുഞ്ഞുങ്ങളുടെ കൂടെ ഈ കുഞ്ഞും വളർന്നു. ഏതാ ഈ കുഞ്ഞ്? ഈ കുഞ്ഞ് ഏതാ? ഉറക്കെ പറ. ഈ കുഞ്ഞ് ഏതാ? രാജാവിൻ്റെ മകൾ വളർന്നു. കൃഷിക്കാരൻ്റെ വീട്ടിലൊരു പതിവുണ്ട്. കുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ മാതാപിതാക്കളുടെ കൂടെ കൃഷിക്ക് പോകും. കൃഷി എന്നൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാകുമോ? മനസ്സിലാകുമോ? നല്ല കാര്യം. ഞങ്ങളൊക്കെ അങ്ങനെ വളർന്നവരാ. മാതാപിതാക്കളുടെ കൂടെ കൃഷി ചെയ്ത് പാടത്തും പറമ്പിലും ഒക്കെ കൃഷി ചെയ്ത് വളർന്നവരാ. അപ്പം ഈ കുഞ്ഞും വളർന്നു. ഈ കുഞ്ഞെന്ന് പറയുന്നത് രാജാവിൻ്റെ മകൾ. അതും അല്പം വളർന്ന് മറ്റു കുഞ്ഞുങ്ങളുടെ കൂടെ കൃഷിക്ക് പോയി. ഒരു ദിവസം വനത്തിൽ നിന്ന് വൃദ്ധയായി ഒരു സ്ത്രീ ഇറങ്ങി വന്ന് ഈ കുഞ്ഞിനോട്, വീണ്ടും ഞാൻ പറയുന്നു, ഈ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ, നീ ആരാണെന്ന് നിനക്ക് അറിയാമോ? ഇംഗ്ലീഷിലായിരുന്നു കഥ. ബേബി, ഡു യു നോ ഹു യു ആർ? കുട്ടി പറഞ്ഞു, യെസ് 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 ഐ നോ. എനിക്കറിയാം. വല്യമ്മ പറഞ്ഞു, ദെൻ ടെൽ മീ ഹു യു ആർ. മോളെ, നീ ആരാണെന്ന് പറഞ്ഞാട്ട്. കുട്ടി എന്ത് മറുപടി പറഞ്ഞു കാണും? കുട്ടി എന്ത് മറുപടി പറഞ്ഞു കാണും? കുട്ടി എന്ത് മറുപടി പറഞ്ഞു കാണും? കുട്ടി പറഞ്ഞു, ഞാനൊരു കൃഷിക്കാരൻ്റെ മകള, ഉരുളക്കിഴങ്ങ് നടുന്നവള. ചെയ്യുന്ന ജോലി പറയാനൊന്നും മടിയില്ലായിരുന്നു. വല്യമ്മ തിരുത്തി, നോ 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 നോ, അല്ല മോളെ, അല്ല, നീ കൃഷിക്കാരൻ്റെ മകളല്ല, നീ പറ, രാജാവിൻ്റെ മകള. മനസ്സിലായോ? നിങ്ങളോടല്ല, വല്യമ്മ കുഞ്ഞിനോടാ ചോദിച്ചത്. മനസ്സിലാകും? കുട്ടി പറഞ്ഞു, മനസ്സിലായി. ദെൻ ടെൽ മീ ഹു യു ആർ. കുട്ടി രണ്ടാമത് പറഞ്ഞു, ഞാൻ ഒരു രാജാവിൻ്റെ മകള, പക്ഷേ ഉരുളക്കിഴങ്ങ് നടുന്നവള. അത്രയും അവളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് വനത്തിൽ നിന്ന് വന്ന വല്യമ്മ വന്നതുപോലെ തിരികെ പോയി. പക്ഷേ കഥ എഴുതിയ ആള് 2-3 വാചകങ്ങൾ കൂടി എഴുതിയാണ് കഥ ഉപസംഹരിച്ചത്. ഷീ ബിഗാൻ ടു സീ എവരിതിങ് ഡിഫറൻ്റ്ലി. മലയാളം പറയാമോ? ഷീ ബിഗാൻ ടു സീ എവരിതിങ് ഡിഫറൻ്റ്ലി. അവൾ എല്ലാം വ്യത്യസ്തമായി കാണാൻ തുടങ്ങി. ഷീ ബിഗാൻ ടു തിങ്ക് എവരിതിങ് ഡിഫറൻ്റ്ലി. പറഞ്ഞ് അവളെല്ലാം വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങി. ഒരു വാചകം കൂടെ ഉണ്ട്. ഷീ ബിഗാൻ ടു ഡു എവരിതിങ് ഡിഫറൻ്റ്ലി. അവളെല്ലാം വ്യത്യസ്തമായി ചെയ്യാൻ തുടങ്ങി. എപ്പോഴാ? ഉറക്കെ പറ. എപ്പോഴാ? അവൾ ആരാണെന്നുള്ള പറഞ്ഞു. അവൾ ആരാണെന്നുള്ള തിരിച്ചറിവ് അവൾക്ക് ഉണ്ടായപ്പോൾ. എന്തിനാ വല്യമ്മ വനത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഈ കുട്ടിക്ക് അവൾ ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ് കൊടുക്കുന്നതിന് വേണ്ടി. തിരിച്ചറിവുകൾ ജീവിതത്തെ, കാഴ്ചപ്പാടുകളെ, ചിന്തകളെ, പ്രവർത്തനങ്ങളെ മാറ്റിമറിക്കുന്നു. ഞാൻ എത്ര നേരം ഈ പുസ്തകം പിടിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് എനിക്കേ അറിയത്തുള്ളൂ. She began to see everything differently. അവളെല്ലാം വ്യത്യസ്തമായി കാണാൻ തുടങ്ങി.
വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങി. വ്യത്യസ്തമായി, മൂന്നാമത്തേത് വ്യത്യസ്തമായി ഉറക്കെ പറ, ചെയ്യാൻ തുടങ്ങി. എപ്പോഴാ? അവൾ ആരാണെന്നുള്ള തിരിച്ചറിവ് അവൾക്ക് ഉണ്ടായപ്പോൾ. ഈ ക്യാമ്പും നാം ആരാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കണം. നമ്മൾ കാണുന്നതിലും ചിന്തിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒരു വ്യത്യാസമുണ്ടാകണം. അതാ ചിന്താ വിഷയം. കുഞ്ഞുങ്ങളെ എന്തോന്നുള്ളത് വാക്യത്തിലില്ല. കുഞ്ഞുങ്ങളെ ബാക്കി പറ. നിങ്ങൾ കുഞ്ഞുങ്ങളെ എന്ന് ഞാൻ പറയുമ്പോൾ ബാക്കി നിങ്ങളുടേതാക്കി ഒന്ന് പറയാമോ? കുഞ്ഞുങ്ങളെ നിങ്ങളുടേതാക്കി പറ. കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു. ഈ യോഹന്നാന്റെ ഈ 1-ാം ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും നാം അറിയുന്നു. തിരിച്ചറിവുള്ളവർക്ക് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ കഴിയും. തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ പിശാചിൻ്റെ മക്കളായി മാറ്റപ്പെടുകയാണ്. ദൈവം തന്നിരിക്കുന്ന ഈ ഒരു നല്ല അനുഗ്രഹീത ജീവിതം, ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ ഈ ജീവിതം. അത് തിരിച്ചറിവോടെ, ദൈവത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങളാണെന്നുള്ള തിരിച്ചറിവോടെ മുന്നോട്ട് കാണുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതിലും ഈ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ധന്യമായി വളർന്ന് അനുഗ്രഹമായൊരു ജീവിതം, ദൈവപ്രസാദകരമായ ജീവിതം ദൈവം നയിക്കാൻ, നിങ്ങൾക്ക് നയിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ 43-ാമത് അഖില മലങ്കര ബാലസമാജം വാർഷിക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊള്ളു.